ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തിനായി സ്തോത്രം. ദൈവമേ, ഈ ഒരു സന്ദർഭം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഒരുക്കി തന്നല്ലോ, അതിനായി സ്തോത്രം. ഇങ്ങനെ നല്ല പ്രഭാതത്തെ കൂടി കാണുവാൻ ഞങ്ങൾക്ക് ആയുസ് നീ തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ കർത്താവേ. ഇങ്ങനെ പകൽക്കാലം കാണുവാനുള്ള ഭാഗ്യം തന്നല്ലോ. യേശുപിതാ, കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങളെ നീ കാത്തു, ഞങ്ങളെ സൂക്ഷിച്ചു, ബലപ്പെടുത്തി, ഞങ്ങളെ പരിപാലിച്ചു. ഒരു അനർത്ഥം പോലും സംഭവിക്കാതെ, ഒരു കേടുമില്ലാതെ നല്ല സുഖമായിട്ടുള്ള ഉറക്കം ഞങ്ങൾക്ക് തന്നു, ആരോഗ്യം തന്നു, ബലം തന്നു, കാത്തു സൂക്ഷിച്ചു കർത്താവെ. ഒരു കേടുപോലും ഇല്ലാതെ സുഖഭദ്രത്തോട്, ആരോഗ്യത്തോട്, വിടുതലോട് അപ്പച്ചൻ്റെ പാദത്തിൽ വന്നിരുന്ന് നീക്ക് മക്കൾക്കാകെ പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി യാചിക്കാനുള്ള കൃപ നീ തന്നതിനായി സ്തോത്രം, സ്തോത്രം. എന്നോടുകൂടെ പ്രാർത്ഥനയിരിക്കുന്ന കുഞ്ഞുങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി പല രാജ്യങ്ങളുണ്ട് കർത്താവെ. അവരുടെ എല്ലാ ജീവിതത്തിലും ദേവൻ ചെയ്യുന്ന നന്മകൾക്കായി, അത്ഭുതങ്ങൾക്കായി സ്തോത്രം. അനേക കുഞ്ഞുങ്ങൾ കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട് കർത്താവെ, നെടുവീർപ്പെടുന്നവരുണ്ട്. പക്ഷെ അവർക്കെല്ലാം നീ അത്ഭുതം പ്രവർത്തിക്കണമേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. ഒരു വിടുതല നീ കൊടുക്കണം പക്ഷ. ഈ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും വിടുതലില്ലാതെ പോകരുതേ, സൗഖ്യമില്ലാതെ പോകരുതേ, സന്തോഷമില്ലാതെ പോകരുതേ, സമാധാനമില്ലാതെ പോകരുതേ, രക്ഷിക്കപ്പെടാതെ പോകരുതേ. നിന്റെ രക്ഷയുടെ കരം, നിന്റെ വിടുതലിന്റെ കരം, സൗഖ്യത്തിന്റെ കരം, ആശ്വാസത്തിന്റെ കരം കർത്താവേ, കാക്കര കരം കർത്താവേ, സ്തോത്രം. അമീൻ. കർത്താവേ, പരിപാലിക്കുന്ന കരം, സൂക്ഷിക്കുന്ന കരം, പോഷിക്കുന്ന കരം, ചുമന്ന് കാത്തു സൂക്ഷിക്കുന്ന വലിയ കരം ഇന്നേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി നീട്ടണമേ, അനുകൂലമായി നീട്ടണമേ, അനുകൂലമായി നീട്ടണമേ, അനുകൂലമായി നീട്ടണമേ. പക്ഷാ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു കുഞ്ഞിന് പോലും പ്രതികൂലമായി ഒന്നും സംഭവിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ, തകർന്നു പോകുവാൻ, മരിച്ചു പോകുവാൻ, വേദനിക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ തലകുനിഞ്ഞ് നിൽക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ അവരുടെ ജീവിതത്തിൽ ഏർപ്പെടുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും നീ വിളിക്കുന്ന ദൈവം എന്തെന്ന് ചോദിച്ച് അവരെ നാണിപ്പിക്കുവാനും കളിയാക്കുവാനും കർത്താവെ, അവരെ കൊച്ചപ്പെടുത്താൻ സമ്മതിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഓരോ കുഞ്ഞുങ്ങൾക്കും വിടുതലിന്റെ കരമൊന്ന് ചലിക്കട്ടെ, അത്ഭുതത്തിന്റെ കരമൊന്ന് ചലിക്കട്ടെ. കർത്താവിന്റെ മഹത്വമേറിയ കരത്തിന്റെ വീര്യ പ്രവർത്തികൾ നിന്റെ കുഞ്ഞുങ്ങളൊന്ന് അനുഭവിക്കട്ടെ പച്ച, രുചിക്കട്ടെ പച്ച. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പച്ചൻ വൻകാര്യം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിടുവിക്കുന്ന കരത്തിലേക്ക് പരമേൽപ്പിക്കുകയാണ്, അത്ഭുത കരത്തിലേക്ക് പരമേൽപ്പിക്കുകയാണ് കർത്താവെ. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കാക്കണമേ, സൂക്ഷിക്കണമേ, വിടുവിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനെ താഴ്ത്തുന്നു, ബലപ്പെടുത്തിക്കാട്ടെ, വൻകാര്യം ചെയ്താട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇതെന്നോടുള്ള പ്രാർത്ഥനയ്ക്കുന്ന എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തെ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവം നിങ്ങളെ താങ്ങട്ടെ, നടത്തി. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1172 ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നടത്തി വന്നു, ഇനി ദൈവം നമ്മളെ നടത്തും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധികാരം 23-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഒത്തിരി നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് അത് കേൾക്കണം. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും നിങ്ങളതിൻ്റെ അകത്തിരിക്കുന്ന ആ സത്വത്തെ ഒന്ന് അനുഭവിച്ച് നോക്കണം. അപ്പോഴേ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. 23-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ആ ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച രാജാവിൻ്റെ സന്തോഷം കണ്ടോ? ആ പ്രാർത്ഥനയുടെ മറുപടി 12 മണിക്കൂറോ മറ്റോ പ്രാർത്ഥിച്ച് കാണും, അല്ലെ 10 മണിക്കൂർ പ്രാർത്ഥിച്ച് കാണുമോ രാജാവ്. എങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് അറിയത്തില്ല, പക്ഷേ പുള്ളിയുടെ സന്തോഷം. നമ്മൾ എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, മാസങ്ങളായി പ്രാർത്ഥിക്കുന്നു, എന്തോരം പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു സന്തോഷം അനുഭവിക്കാൻ അനേകർക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഇത് എന്താ നിങ്ങൾ നോക്കണം. ഈ രാജാവിൻ്റെ വിശ്വാസം ദൈവം മാനിച്ചു. അവൻ പ്രാർത്ഥിച്ചിട്ട് വെളുപ്പാൻ കാലത്ത് ആ പ്രാർത്ഥനയുടെ മറുപടി കാണാൻ വേണ്ടി ഓടി വരിക, അവൻ്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് മേടിക്കാൻ ഓടി വരിക. ഈ +2, 10 എല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ റിസൾട്ട് നേരത്തിൽ ഓടുന്നത് പോലെ ഈ മനുഷ്യൻ വെളുപ്പിനെ ഇരുട്ടോട് എന്നിട്ട് ഓടുക സിംഹത്തിൻ്റെ കുഴിയുടെ അവിടോട്ട്. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്, എനിക്ക് മറുപടി തരുന്ന ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോട് പതറാതെ അവൻ വിശ്വാസത്തിൻ്റെ ഓട്ടം ഓടി വന്ന് നിൽക്കുമ്പോൾ അവൻ കാണുന്നത് ദാനിയേലിനെ ജീവനോടെ കാണുകയാണ്. ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ, നല്ല ശ്രദ്ധിക്കണേ, അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടിട്ടില്ല. യാതൊരു കേടും. അവനെ തിരിച്ചും മറിച്ചു വിട്ട് നോക്കുമ്പോൾ എവിടെങ്കിലും ഒരു ചിന്ന ആ സിംഹത്തിൻ്റെ നഖമെങ്കിലും തട്ടി ഒരു കീറൽ വേണമല്ലോ. ഒരു കുഴപ്പമില്ല, ഒരു കേടുമില്ല. എന്തെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് കണ്ടോ? എന്താ സംഭവിച്ചത്? അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്.
അവൻ തൻ്റെ ദൈവത്തിൽ, അവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന ചുമ്മാ പറയുന്നതല്ല. ഈ ലോകത്തിൽ മുന്നും പിന്നും ആർക്കും സംഭവിക്കാത്തൊരു സംഭവമാണ് ഈ സംഭവം. ഇത് നമ്മളെ കൊണ്ട് ഒരു പ്രസന്റ് പോലും ഏറ്റെടുക്കാൻ പറ്റത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു മനുഷ്യനെയും കൊണ്ടോ ഒരു ശക്തിയെ കൊണ്ടോ ഒരു രാജാക്കളെ കൊണ്ടോ ഒരു ദൈവത്തെ കൊണ്ടോ ചെയ്യുവാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ ദൈവം, ദാനിയേലിന്റെ ദൈവം അവന് ചെയ്തത്. കാരണം പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയുടെ മഹത്വം, പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന ജീവൻ, അതിൻ്റെ ആ മഹത്വം ദൈവം നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ശക്തിയുണ്ടോ, പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ദൈവത്തിന് സ്തോത്രം കാത്തു സൂക്ഷിക്കാനുള്ള പവറുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇതിന് ചിന്തിക്കണം. നമ്മുടെ പ്രാർത്ഥന നമ്മളെല്ലാം ഒരു കടമയ്ക്കുള്ള പ്രാർത്ഥനയാണ്, ഒരു ചടങ്ങിനുള്ള പ്രാർത്ഥനയാണ്, കടമയ്ക്കുള്ളൊരു പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ശരി, ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും ശരി, നമ്മൾ വന്നിങ്ങനെ ഇരുന്ന് കൈതട്ടുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ആടിപ്പാടി അങ്ങ് പോവാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് സ്വർഗത്തിലോട്ട് പോകുന്നില്ല. എന്തെന്ന് ചോദിച്ചാൽ, ആത്മാർത്ഥമായി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം അവന് വേണ്ടി ഇറങ്ങി വരും, സ്വർഗം അവന്റെ കൂടെ ഇരിക്കും, സ്വർഗം അവനെ പരിപാലിക്കും, സ്വർഗം അവനെ കാത്തു സൂക്ഷിക്കും, സ്വർഗം അവനെ ഒരു നാളും കൈവിടത്തില്ല, അവനെ സ്വർഗം ഉപേക്ഷിക്കത്തില്ല. ഇതാണ് സത്യം. അങ്ങനെങ്കിൽ ഈ 3 പ്രാവശ്യവും പ്രാർത്ഥിച്ച ദാനിയേൽ പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിക്കേണ്ട സമയം വന്നപ്പോൾ ആ പ്രാർത്ഥിച്ചിടത്തേക്ക് തന്നെ അവൻ കടന്നു പോകുകയാണ്. അവന്റെ പ്രാർത്ഥന തടസ്സമായിട്ടില്ല. ഒരു നാൾ പോലും അവന്റെ പ്രാർത്ഥന തടസ്സമായി. ഏതാണ്ട് 10-12 മണിക്കൂറോളം സിംഹത്തിന്റെ കൂടെ കടന്നിരിക്കുകയാണ്, സിംഹത്തിന്റെ കുഴിയിൽ. ദൈവത്തിന് ഒരു കേടുമില്ല. നല്ലോണം ശ്രദ്ധിക്കണേ. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? നിങ്ങൾക്ക് കഴിഞ്ഞ റിപ്പോർട്ടിനകത്ത് ക്യാൻസർ ഉണ്ട്, കഴിഞ്ഞ റിപ്പോർട്ട് നിങ്ങൾക്ക് ക്ഷയരോഗമുണ്ട്, കഴിഞ്ഞ റിപ്പോർട്ട് നിങ്ങൾക്ക് അൾസർ ഉണ്ട്, കഴിഞ്ഞ റിപ്പോർട്ട് നിങ്ങൾക്ക് TBയുടെ അറ്റാക്ക് ഉണ്ട്, നിങ്ങൾക്ക് ആസ്മയുടെ അറ്റാക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഫൈൽസിന്റെ പ്രോബ്ലം ഉണ്ട്, യൂട്രസിൽ മുഴയുണ്ട്, ബ്രസ്റ്റിൽ മുഴയുണ്ട്, അത് ക്യാൻസർ എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ബോണിൽ ക്യാൻസർ ഉണ്ട്, ബ്ലഡിൽ ക്യാൻസർ ഉണ്ട്, ലെൻസിൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്, ലെൻസിനകത്ത് നിങ്ങൾക്ക് പല പല ബാധിപ്പുകളുണ്ട്, ബ്രെയിനിൽ നിങ്ങൾക്ക് ട്യൂമർ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹിക്കാൻ വയ്യാത്ത തൈറോയിഡിന്റെ പ്രോബ്ലം നിങ്ങൾക്കുണ്ട്. പല രോഗങ്ങൾ നിങ്ങളെ ബലഹീനപ്പെടുത്തി, നിങ്ങളെ വാട്ടി മരണത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ஆனால் ഇവിടെ പറയുന്നത്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. നിങ്ങളെ കൊണ്ട് അത് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇതിലൊരു ആമീൻ പറയാൻ പറ്റുമോ? ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം. വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യും. അന്ന് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പാടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചില്ലേ? പത്രോസ് തനിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭയുടെ പ്രാർത്ഥന, ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയുടെ ദൈവം അവനെ അത്ഭുതകരമായി വിടുവിച്ചില്ലേ? അന്ന പോയി സഭയ്ക്കൽ പോയി ദൈവസഭയെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദുഃഖം കണ്ണുനീര് മാറിയില്ലേ? ഇസ്രായേൽ ജനങ്ങൾ കടന്ന് കതറി ദൈവസഭയിൽ അലറാൻ ആരംഭിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്നില്ലേ? വിടുതലെ കൊടുത്തില്ലേ? ഇങ്ങനെ എത്ര പേരുടെ ജീവിതം നമ്മൾ കാണാൻ സാധിക്കും. ശാദ്രാഖ് മേശക് അബേദ്നേഗോ എന്താ പറഞ്ഞു? ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. നെബൂഖദ്നേസറിന്റെ കൈക്കും ഈ തീച്ചുളയ്ക്കും ഞങ്ങളെ വിടുവിക്കുവാൻ ദൈവശക്തനാണ്. നമ്മളെ കൊണ്ട് പറയാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? സാർ ദൈവസ്ഥത് ഗവനിക്കണം. എല്ലാ വിശ്വാസികൾ ഗവനിക്കണം. എല്ലാ ദൈവദാസന്മാർ ഗവനിക്കണം. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. മക്കളെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. നിശ്ചയം നമ്മൾ ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഒരു കേടും നിനക്ക് സംഭവിക്കാതെ, ഒരു കേട് നിന്റെ ജോലിക്ക് സംഭവിക്കാതെ, ഒരു കേട് നിന്റെ തലമുറയ്ക്ക് സംഭവിക്കാതെ, ഒരു കേട് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് സംഭവിക്കാതെ, ഒരു കേടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു വിധത്തിലും നിങ്ങൾക്കൊരു ആപത്ത് കൊണ്ടുവരാതെ നിങ്ങളെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈ ദാനിയേലിനെ പോലുള്ള പ്രാർത്ഥന നമുക്ക് വേണം. അവന്റെ ജീവിതത്തിൽ ഒരു കുറ്റം കൂടി ആരെയും കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമ്മുടെ അകത്ത് എന്തുമാത്രം കുശുമ്പ്, എന്തുമാത്രം കുന്നായ്മ, എന്തുമാത്രം ലോകത്തിന്റെ ഇൻപങ്ങൾ, ലോകത്തിന്റെ ആഡംബരങ്ങൾ, ലോകത്തെ സ്നേഹിക്കുന്ന ഹൃദയം, ദൈവത്തെക്കാൾ അധികം നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നു, ലോകക്കാരെ സ്നേഹിക്കുന്നു, എന്തുമാത്രം കള്ളം പറയുന്നു, എന്തുമാത്രം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നമ്മൾ പ്രവർത്തിക്കുന്നു. നമ്മൾ കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്, അന്യഭാഷയും പറയുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചനത്തിൽ എന്തുമാത്രം കള്ളത്തരമാണ് നമ്മൾ കൂട്ടി പറയുന്നത്. നമ്മുടെ ഒരു ആദായത്തിന് വേണ്ടി, ഒരു വരുമാനത്തിന് വേണ്ടി എന്തുമാത്രം ദുഷ്ടത്തനം, ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത്. എവിടുന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ദാനിയേലെ പോലൊന്ന് മാറണേ. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ഇന്ന് ഈ രാജാവ് സന്തോഷിക്കുന്നത്, രാജാവ് നമ്മുടെ ദൈവം ഇന്ന് സന്തോഷിക്കണം. എൻ്റെ ആഗ്രഹം, ഈ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകർ ഒരു കേടുമില്ലാതെ മരണത്തിൽ വെളി
വരണം, ക്യാൻസറിൽ നിന്ന് വെളിയെ വരണം, പല രോഗങ്ങളിൽ നിന്ന് വെളിയെ വരണം, കടബാധ്യയിൽ നിന്ന് വെളി വരണം, ജയിലിൽ നിന്ന് വെളിയെ വരണം, പിശാചിന്റെ പിടിയിൽ നിന്ന് വെളി വരണം. എല്ലാ അന്ധകാരത്തിന്റെ ചങ്ങലകളും പൊട്ടിത്തെറിക്കണം, എല്ലാ കെട്ടുകളും അഴിയണം, ബന്ധനങ്ങൾ അഴിയണം. കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്ത് പോലും ഇല്ലാതെ, ഒരു ചിന്ന കേറില് പോലും ഇല്ലാതെ, ഒരു ചെറിയൊരു അടയാളം പോലും ഇല്ലാതെ ദാനിയേൽ എങ്ങനെ രക്ഷപ്പെട്ടോ അതുപോലെ ഇന്ന് വിശ്വസിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം, രക്ഷപ്പെടണം, രക്ഷപ്പെടണം. വിടുതലിന്റെ കരം ഇന്ന് ചലിക്കണം, വിടുതലിന്റെ കരം ഇന്ന് പ്രവർത്തിക്കണം. അത് നിങ്ങൾ ഉദ്ദേശിക്കണം, നിങ്ങളത് ആഗ്രഹിക്കണം. എന്റെ ദൈവമേ, ഈ വാക്യം അങ്ങോട്ട് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ, എന്റെ ശരീരത്തിൽ അത്ഭുതം നടക്കട്ടെ എന്നുള്ള ആ ചിന്ത നിങ്ങളുടെ അകത്ത് വേണം. ചിലപ്പോൾ ICUലായിരിക്കും, വെന്റിലേറ്ററിലായിരിക്കും, മരണക്കിടക്കയിലായിരിക്കും, ഡോക്ടർമാർ ഡേറ്റ് എല്ലാം കൊടുത്തു കാണുമായിരിക്കും, ഒരു പ്രതീക്ഷയില്ല, മരിച്ചാ മതി എന്നെല്ലാം നിങ്ങൾ ചിന്തിച്ച് കാണും. എങ്കിലും ദൈവം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കും. അത്ഭുതം ഒരുത്തനെയും കൊണ്ട് കഴിയാത്തത്. ഇതൊരു രാഷ്ട്രീയത്തെ കൊണ്ടോ, ഒരു മനുഷ്യനെ കൊണ്ടോ, ഒരു മെഡിക്കലെ കൊണ്ടോ, ഈ ലോകത്തിലെ ഒരു ദൈവത്തെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ദൈവം അല്ലാതെ വേറൊരുത്തരും ചെയ്യാൻ പറ്റത്തില്ല. ഈ ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ പിതാവേ, അപ്പച്ചാ, ഈ ദാനിയേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഞങ്ങൾക്ക് അനേകർക്ക് ഇത് വേണം. ഞങ്ങളുടെ കുറ്റങ്ങളൊന്ന് ക്ഷമിക്കണമേ, ഞങ്ങളുടെ ബലഹീനത്തെ ഒന്ന് ക്ഷമിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവിശ്വാസത്തെയും ഒന്ന് എടുത്ത് കളയണമേ. വിശ്വാസത്തിന്റെ ധീരതയിൽ പോർമുനെ നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞല്ലോ, ആ മഹത്വം കാണുന്ന വിശ്വാസം ഞങ്ങൾക്കൊന്ന് തരണമേ കർത്താവേ. ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്ന, പുറമോട്ട് തള്ളുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സം ചെയ്യുന്ന, വിശ്വാസത്തെ തകർക്കുന്ന വിശ്വാസത്തെ കൊണ്ടുവന്ന് കർത്താവെ ഒരു കാർമേഘമെന്ന് മൂടുന്നത് പോലെ ഞങ്ങളുടെ വിളക്കെ കർത്താവെ അണയ്ക്ക് നോക്കുന്ന, വിശ്വാസത്തിന്റെ ദീപത്തെ അണയ്ക്ക് നോക്കുന്ന എല്ലാ ദുഷ്ടരുടെ ദുഷ്ടശക്തികളും എല്ലാ ബലഹീനങ്ങളും എല്ലാ കർത്താവ് ഞങ്ങളെ വിട്ട് മാറ്റണമേ. ഈ ദാനിയേലിന്റെ ജീവിതത്തിൽ കണ്ട ആ ഒരു നല്ല സാക്ഷി ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. ഒരു കുറ്റം പോലും അവന്റെ ജീവിതത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ പ്രാർത്ഥന മൂലം അവനെ കണ്ടുപിടിച്ചത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ മറുപടിയും പ്രാർത്ഥിച്ചത് കൊണ്ട് ആ പ്രാർത്ഥന കേട്ട ദൈവം ദൂതന്മാരെ അയച്ചു. അവന് മുന്നേ ദൂതന്മാരെ അയച്ചു, അവന് മുന്നേ ദൂതന്മാരെ അയച്ചു. ദൂതനെ അയച്ചു, ദൂതനെ അയച്ചു. ദൂതൻ ഇറങ്ങി വന്ന് സിംഹങ്ങളുടെ വായുകളെ അവൻ ബന്ധിച്ചു കെട്ടി. ഒരു നാളും ഇല്ലാതെ അളവുക്ക് സന്തോഷമായി ആമീൻ സമാധാനത്തോട് ആ രാത്രി മുഴുവനും ഏതാണ്ട് 10-12 മണിക്കൂറോളം ഒരു കുഴപ്പമില്ലാതെ ആമീൻ 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 സ്വസ്ഥമായി കിടന്ന് അവൻ ഉറങ്ങിയിരിക്കുകയാണ്. സ്വസ്ഥമായി കിടന്ന് ഉറങ്ങിയിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടോ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ? നിങ്ങളുടെ വീട് എങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം എങ്ങനെ കിടക്കുന്നത്? അലയലയായി നിങ്ങളുടെ ഹൃദയത്തിൽ വേദനയും കണ്ണുനീരും ദുഃഖങ്ങളും ഓടി വന്നും നിങ്ങളുടെ വിശ്വാസ കപ്പലെ തകർക്കുകയല്ലേ? നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുകയല്ലേ? ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങളൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഏറ്റെടുക്കാൻ പറ്റുമോ? ഈ വാക്യത്തിനൊരു ആമീൻ പറയാൻ പറ്റുമോ? ഈ ദാനിയേലിൻ ദൈവം എന്തിയെ എനിക്കൊരു അത്ഭുതം ചെയ്യത്തില്ലേ? നിശ്ചയമായിട്ട് ചെയ്യും. എന്റെ കുഞ്ഞിന് ചെയ്യത്തില്ലേ? ചെയ്യും. എന്റെ ഭവനത്തിന് ചെയ്യത്തില്ലേ? ചെയ്യും. എന്റെ ശുശ്രൂഷ ചെയ്യത്തില്ലേ? ചെയ്യും. എന്റെ ജോലി സ്ഥലത്ത്, എന്റെ ഭവനത്തിൽ എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധിയുടെ മുഖത്തും ഈ കരമൊന്ന് ചലിക്കുമോ? ചലിക്കും. ആ ദൂതൻ ഇന്നുണ്ടോ? ഉണ്ട്. ആ ദൈവം ഇന്നുണ്ടോ? ഉണ്ട്. ദാനിയേലിന്റെ ദൈവം ഇന്നുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വന്ന് ദൈവത്തിന് സ്തോത്രം. സിംഹത്തിന്റെ വായ കെട്ടിയ ദൂതൻ ചത്തുപോയിട്ടില്ല, ഇന്നും ഉണ്ട്. ശരീരത്തിന്റെ പല അവയവങ്ങൾ അഴുകിപ്പോയി കാണുമായിരിക്കും. പല രീതിയിൽ നിങ്ങൾ മരണത്തിന്റെ അതേ കാര്യങ്ങളിൽ നെരുങ്ങി അടുത്ത് വന്ന് കാണുമായിരിക്കും. എല്ലാവരോടും വിളിച്ച് പറഞ്ഞു കാണുമായിരിക്കും. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. മെഡിക്കൽ സയൻസ് കൈവിരിച്ച് കാണും, നാട്ടുകാർ വീട്ടുകാരിലെ കൈവിരിച്ച് കാണും. ഇനി നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഇനി നിങ്ങൾ പ്രയാസമൊന്നും സഹിക്കണ്ട, ഇനി കരയണ്ട, ധൈര്യപ്പെടുവീൻ, ധൈര്യപ്പെടുവീൻ, അത് നമ്മുടെ കൈവിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്നവർ കാണും. ஆனால் അതിന്റെ മധ്യയെ കുറുക്കിട്ട് ഞാൻ വരികയാണ്, കുറുക്കിട്ട് ഞാൻ വരികയാണ്. ഇല്ല, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണം, ഏറ്റെടുക്കണം. ഇന്നൊരു അത്ഭുതം നടക്കണം. ഈ ദാനിയേലിന്റെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയ ദൈവം നമ്മളെ മരണത്തിൽ നിന്ന് വലിച്ചു കയറ്റണം. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ച് നമ്മളെ വെളിയെ കൊണ്ടുവരണം. ഒരു കേടുപോലും ഇല്ലാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കണം. അത്ഭുതകരമായി ഇന്ന് അനേകർ വിടുതൽ ഉണ്ടാകണം. കേരളത്തിൽ, ഇന്ത്യയിൽ, ഇന്ത്യക്ക് വെളിയിൽ ഈ പ്രാർത്ഥന ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അനേകർ ഇന്ന് വെളിയെ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദാനിയേൽ ആ ഗുഹയിൽ നിന്ന് വെളിയെ വന്നതുപോലെ, സിംഹത്തിന്റെ വായിൽ നിന്ന് വന്നതുപോലെ, ഒരു കേടുമില്ലാതെ വന്നതുപോലെ അപ്പച്ചാ ഇന്ന് അനേകർ വിടുതൽ പ്രാപിച്ച്, രക്ഷ പ്രാപിച്ച്, സന്തോഷത്തോട്, ആരോഗ്യത്തോട്, ബലത്തോട്, ആനന്ദത്തോട് എന്റെ ദൈവം എന്നെ വിടുവിച്ചു, എന്റെ ദൈവം എന്നെ രക്ഷിച്ചു, എനിക്ക് മറുപടിയും ജീവൻ
ജീവൻ തന്നു, സൗഖ്യം തന്നു. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ കണ്ണുനീര് കണ്ടു. മനസ്സലിയുന്ന ദൈവം എന്നോട് മനസ്സലിഞ്ഞ് കരുണ കാണിച്ചു. ഇതോ എൻ്റെ വിടുതൽ, ഇതോ എൻ്റെ സർട്ടിഫിക്കറ്റ്. എനിക്കൊരു ആപത്തുമില്ല, ഞാൻ സുഖമായി, ഞാൻ ആരോഗ്യമായി, എനിക്ക് ജീവൻ ബലം ദൈവം തന്നു എന്നുള്ള അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ അപ്പച്ച ഇന്ന് ഉദവി ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവമേ, നീ അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. നീ അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, അവൻ തൻ്റെ ദൈവത്തിൽ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, എന്നെ കാണുന്നവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. മരുന്നിലോ ഡോക്ടറിലോ ലോകത്തിലോ പണത്തിലോ ഒന്നും വിശ്വാസം വയ്ക്കരുത്. ഒരു മനുഷ്യന്റെ പേരിൽ വിശ്വാസം വയ്ക്കരുത്. വേറെ ഒന്നിന്റെ പേരിൽ വിശ്വാസം വയ്ക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുക. ഇവിടെ കാണുന്നുണ്ടല്ലോ, അവൻ യാതൊരു കേടും എന്ന് പറയുന്നത്, ആമേൻ, ദൈവത്തിൽ സ്തോത്രം. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. എല്ലാ റിപ്പോർട്ടിലും തേടി നോക്കി, ഒരു കേടുമില്ല. ദാനിയേലിനെ ഉരുട്ടി പരട്ടി നോക്കുക, ഒരു ചെറിയ നഖം തട്ടിയ കീറൽ പോലും, ഒരു കൊതു കടിച്ചതിന്റെ തടിപ്പ് പോലും എൻ്റെ ദേഹത്തില്ലാതെ, ഒരു ഉറുമ്പ് കടിച്ചത് പോലും ഇല്ലാതെ എൻ്റെ കർത്താവ് ദാനിയേലിനെ രക്ഷിച്ചെങ്കിൽ നിനക്ക് വിടുതൽ ദൈവം തരത്തില്ലേ? നിന്നെ ദൈവം രക്ഷിക്കത്തില്ലേ? ദൈവം അത്ഭുതം പ്രവർത്തിക്കത്തില്ലേ? ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഏറ്റെടുക്കാൻ പറ്റുമോ? എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുക. എൻ്റെ ദൈവം ഇന്ന് വിടുതൽ, നിങ്ങളെ കൊണ്ടൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളൊരു 10 പൈസ ഇതിന് ചെലവഴിക്കണം, ഒരു 5 പൈസ ചെലവഴിക്കണ്ട. വിശ്വസിച്ചാൽ മതി, മഹത്വം കാണാം. വിശ്വസിച്ചാൽ മതി, മഹത്വം കാണാം. കർത്താവ് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. ഈ 23-ാമത്തെ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്തൊരു അത്ഭുതം ഇന്ന് ഉണ്ടാകട്ടെ. അതിശയം ഉണ്ടാകട്ടെ, രക്ഷ ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വലിയ കരത്തിന്റെ വീര്യ പ്രവൃത്തികൾ ഇത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ വ്യക്തിപരമായി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. അനേകരുടെ അത്ഭുത സാക്ഷ്യം ഞാൻ കേൾക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണേ. ഇന്ന് അനേകർ വിടുതലെ പെറ്റ് വെളിയെ വരട്ടെ. ദൈവനാമ മഹത്വം എടുക്കട്ടെ. പിശാചിന്റെ സകല ബന്ധനങ്ങളും അവന്റെ സകല കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ മുറിഞ്ഞു വീഴട്ടെ. വെച്ച അത്ഭുതത്തിന്റെ കരം ഇപ്പോൾ തന്നെ വീര്യം പ്രവർത്തിക്കട്ടെ. വിടുതലിന്റെ കരം അവിടെ ക്രിയ ചെയ്യട്ടെ. ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന് അവനെ വിടുവിച്ച് അവനെ രക്ഷിച്ച ആ കരം ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതിനായി സ്തോത്രം. ഞാനത് ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. ഇത് നിമിത്തം ഉണ്ടാകുന്ന സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കുക. നിങ്ങളിത് വിശ്വസിച്ചാൽ കർത്താവ് അത്ഭുതം നിശ്ചയം ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കണം, വിശ്വസിക്കണം. ഓക്കെ, താങ്ക് യു.